ഐഡിയസ് ഇന്നൊരു അടിപൊളി വീടാണ്. 3500 സ്ക്വയർ ഫീറ്റുള്ള വീട്. കണ്ടു കഴിഞ്ഞാൽ ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഫീൽ ചെയ്യുന്ന വീട് കേട്ടോ. അതിൻ്റെ എക്സ്റ്റീരിയർ നമ്മളെ ബാക്കിൽ കാണുന്നത് ഇജാസ് ചേറാള എന്ന് പറയുന്ന ഒരു ടെക്കിൻ്റെ വീടാണ്. ബാംഗ്ലൂർ കമ്പനിയിൽ ടെക്കായിട്ട് ജോലി ചെയ്യുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞ സ്പോർട്സ് ക്ലബ്ബിലേക്ക് ഒരുപാട് സ്നേഹിക്കുന്ന നമ്മളെ ഫുട്ബോൾ ഭ്രാന്തുള്ള ഇജാസിൻ്റെ വീട്ടിലേക്കാണ് എത്തിയുള്ളത്. ഈ വീട് റിനോവേഷൻ ചെയ്ത വീടാണ്. നിങ്ങൾ പറയുമോ കണ്ടാൽ വീട് ഫ്രഷ് ആയിട്ട് പോലെയല്ലേ. ഇതിൻ്റെ വർക്ക് എടുത്തുള്ളത് അഫ്സൽ ആർക്കിടെക്റ്റാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ മൊത്തം ചെയ്തിട്ടുള്ളത് സിൽവാനോ ഇൻറ്റീരിയർ, നമ്മളെ ഹോം ഇൻറ്റീരിയർ ഫാക്ടറിയിൽ നിന്നാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ മൊത്തം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ എക്സ്റ്റീരിയർ വ്യൂ ഇങ്ങനെ കാണുമ്പോൾ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞാൽ വിശാലമായി കിടക്കുന്ന ഈ മുറ്റവും അതിലേക്ക് ഉള്ള നല്ല രീതിയിൽ മുറ്റത്ത് കരിങ്കല്ല് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കാർപോർച്ച സിറ്റൗട്ടിനോട് കൂടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതോടുകൂടെ വീടിൻ്റെ ഒരു ആംബിയൻസ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് ഫ്രണ്ടിൽ കണ്ടില്ലേ. നമ്മളെ പണ്ടത്തെ കാലത്ത് പാലസ് മറ്റേ മനകളിലൊക്കെ ഉണ്ടാകുന്ന മാതിരിക്കുള്ള ഒരു ഇതാണ് വെച്ചിട്ടുള്ളത്. മുകളിൽ നല്ല രീതിയിൽ മറ്റേ മരം കൊണ്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ സിറ്റൗട്ടുകൾ, അതുപോലെ കൊച്ചു ബാൽക്കണി, കിളിക്കോട് പോലത്തെ ബാൽക്കണികൾ. നമുക്ക് ഈ വീടിൻ്റെ ഓരോ ഐറ്റംസ് കണ്ടു നോക്കാം. നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത ഈ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് നമുക്ക് കയറാം. ഭംഗിയുള്ള 2 കരിങ്കൽ ഭിത്തിയിൽ തീർത്ത കവാടാണ് അല്ലേ. ഇത് ക്ലാഡിങ് ചെയ്താണ്, സ്റ്റിഗയിൽ ചെയ്തിട്ട് ക്ലാഡിങ് ചെയ്തിട്ട്, മൊത്തം കരിങ്കലല്ല സ്റ്റിഗയിൽ ചെയ്തിട്ട് ക്ലാഡിങ് ചെയ്തത്. പക്ഷേ ആ പഴയ കാലത്തെ പാലസിലേക്ക് കയറുന്ന മാർക്കുള്ള കവാട കൊടുത്തുള്ളത് അത് നല്ല വുഡിൽ 2 എന്താ പറയുക പില്ലർ കൊടുത്തിട്ട് ആദ്യം അങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നത്. നല്ല രീതിയിൽ കരിവാക കൊണ്ടാണ് ഇതിൻ്റെ സീലിംഗ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചൂട് സമയത്ത് പുറത്ത് നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഈ സിറ്റൗട്ടിലെത്തുമ്പോൾ നമുക്ക് ചൂടില്ല. ഇതിൻ്റെ അടിയിൽ കരിവാക കൊണ്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവും മെറ്റീരിയൽസ് ഇങ്ങനെ കാണുന്നുണ്ടോ. നല്ല ഭംഗിയായിട്ട് കരിവാക കൊണ്ട് സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ ജിഫക്സിൻ്റെ ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഫ്ലോറിലേക്ക് വരുമ്പോൾ മനോഹരമായിട്ടുള്ള 6x4 മാറ്റ് ടൈൽ ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുണ്ട്. എപ്പോക്സ് ഒക്കെ ഇട്ടിട്ട് ജോയിൻ ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്ത് വുഡ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പില്ലറുകൾ കണ്ടോ. ഇതിന് മറ്റൊരു ഹൈലൈറ്റാണ് ഈ കരിങ്കല്ല് ക്ലാഡിങ് ചെയ്ത പില്ലറുകൾ. 8ഓളം പില്ലറുകളാണ് ഈ സിറ്റൗട്ടിൻ്റെ തന്നെ ഒരു പ്രത്യേകത. അതിന്മേലാണ് നമ്മളെ ഈ കരിവാഗം കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു കോട്ടയാട് കൊടുത്തിട്ടുണ്ടോ, ചെറിയൊരു കോട്ടയാട്. ഇവിടെയും ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള സിറ്റൗട്ടാണ്. എന്തുകൊണ്ട് ഓപ്പണാണ്? ബാക്കിലും മുന്നിലൊക്കെ ഓപ്പണായിട്ട്, പുറത്തൊക്കെ നല്ല തെങ്ങുകളാണ്. നല്ല കാറ്റുകൾ ഇങ്ങനെ പടിഞ്ഞാറിൽ നിന്ന് കേക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് കാറ്റുകൾ ഇങ്ങനെ വീശുന്ന ഒരു അടിപൊളി സിറ്റൗട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സിറ്റൗട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കയറി വരുന്ന അവിടെ ഒരു വഴിയുണ്ട്. ഇവിടെ ഓപ്പൺ ഏരിയയാണ്, 2 സ്റ്റെപ്പ് ഉണ്ട്, പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ 2 സൈഡിലും ചില കോട്ടയാട് എടുത്തിട്ടുണ്ട്, പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ സിറ്റൗട്ടാണ്. സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അത് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ടൈലിട്ടുണ്ട്, ഓട്. അത് അകത്തേക്ക് സീലിംഗ് പോലെ കാണുന്ന രീതിയിലുള്ള ഓടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓടിൻ്റെ ടൈലാണ് കൊടുത്തത് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഇതേ മരത്തിൻ്റെ അതേ മാച്ച് കിട്ടുന്ന ഒരു അടിപൊളി സിറ്റൗട്ട്. ഈ സിറ്റൗട്ടും ഈ എന്താ പറയുക ഈ കാർ പോർച്ചും കൂടെ മിക്സായി വന്നുകൊണ്ടാണ് ഈ ഫ്രണ്ടിലേക്ക് ഇത്രയും വലിയൊരു ആംബിയൻസ് ആയിട്ട് കിട്ടിയത്. 5000 സ്ക്വയർ ഫീറ്റ് കണ്ടാൽ തോന്നുന്ന ഈ വീട് 3200 സ്ക്വയർ ഫീറ്റ് വീടുള്ളൂ കേട്ടോ. അതും റിനോവേഷൻ ചെയ്ത വീടാണ്. ഇതിൻ്റെ പഴയ ഫോട്ടോ ഞാൻ അതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡിഫറൻറ്റ്. ഇതിൻ്റെ ഫ്ലോർ ടൈൽസിൻ്റെ ഭംഗിയും അതുപോലെ അതിലേക്ക് മാച്ചായിട്ട് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റുമാണ്. എല്ലാ സൈഡിലും എൻട്രി ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റെയറിന് നമ്മൾ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്, സ്റ്റെപ്പിന് നമ്മൾ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളി സിറ്റൗട്ട്. ഭയങ്കര രസമുള്ള സിറ്റൗട്ട്, ഒരു പോസിറ്റീവ് വൈബുള്ള സിറ്റൗട്ടാണ്. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മുറ്റത്തും പറമ്പിലൊക്കെ മഴത്തുള്ളികൾ ഉറ്റിട്ട് വീഴുന്നത് ഇങ്ങനെ കാണാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിറ്റൗട്ട്. വലിയ മനോഹരമായിട്ടുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത്, സിംഗിൾ ഡോർ. കണ്ടാ ഹാൻഡിലേക്ക് കൊടുത്തിട്ട് റൈറ്റ് സൈഡിലാണ് അതിൻ്റെ ലോക്ക് ചെയ്യുന്നത്. നല്ല സിംഗിൾ ഡോർ തുറങ്ങണ്ട, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോഡിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ലിവിങ് ഏരിയയിലേക്കാണ് എത്തുന്നത്. മനോഹരമായിട്ടുള്ള ലിവിങ് ഏരിയ. ഇവിടെ കയറി കഴിഞ്ഞാൽ തന്നെ നമ്മളെ മനോഹരമായിട്ടുള്ള സോഫ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ തന്നെ നല്ല രീതിയിൽ ഇൻറ്റീരിയർ കൊടുത്ത് വാൾ ലൈറ്റുകൾ കൊടുത്തു, അതുപോലെ സിലിണ്ടർ കോബുലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ലിവിങ് ഏരിയയാണ്. ഫ്ലോറിൽ ഏറ്റവും ഭംഗി അതിൻ്റെ ആ മാറ്റ് ടൈലാണ് കേട്ടോ. ഒരു റിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ വുഡ് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറും സീലിങ്ങും. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക ഒരു മൊറോക്കൻ ഡിസൈനിലുള്ള ഒരു സോഫയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്, റൈറ്റ് ആയിട്ട് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് കാണാം എന്ന ഒരു മറവുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, സ്ലൈഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനോട് കൂടെ തന്നെ ഇവിടെ ഒരു ഗസ്റ്റ് റൂം ഉണ്ട്. ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേ സോഫയുടെ മറ്റൊരു രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു മൊറോക്കൻ ഡിസൈൻസിലുള്ള സോഫയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇത് TV യൂണിറ്റ് ആണെങ്കിലും കുടുംബത്തിനും കൂടെ നമ്മൾ പഴയ വീട് റിനോവേഷൻ ചെയ്താറില്ല, അതിൻ്റെ തട്ടിൻതിലാവ് എന്നാണ് നമ്മളവിടെയൊക്കെ പറയുന്നത്. നിങ്ങളവിടെ എന്താ പറയാന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണ്ടോ. തട്ടിൻതിലാവ് ഉണ്ടല്ലോ, ആ തട്ടിൻതിലാവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര രസമാണ്, നല്ല തണുപ്പായിരിക്കും. പക്ക മരമാണ്, അല്ലാതെ ഇൻറ്റീരിയറിൽ ഡിസൈൻ ചെയ്തതല്ല, മരത്തിൽ കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡിസൈൻ. അതിൻ്റെ അടിയിൽ എന്ത് ജിപ്സം കൊടുത്തിട്ട് LED പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ TV യുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ സിമെൻറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്ലോറിലുള്ള ആ എന്താ പറയുക നമ്മൾ നല്ല ഭംഗിയായിട്ടുള്ള കാർവിങ്ങിൽ വരുന്ന ഭംഗിയായിട്ടുള്ള ആ മാറ്റ് ടൈലാണ്. അത് ഷൈനിങ് ഉള്ള ടൈലാട്ടോ. നല്ല രീതിയിൽ നല്ല ഷൈനിങ് ചെയ്യുന്ന
ആ റിച്ച് ഫീൽ ചെയ്യുന്ന ഗ്രേ കളറാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിലെ ഗസ്റ്റ് റൂമും മറ്റുള്ള ബെഡ്റൂമുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഗസ്റ്റ് റൂമാണ്, നമ്മൾ ലിവിംഗ് റൂമിൽ തന്നെ കയറി ഇരിക്കാൻ പറ്റുന്ന റൂമാണ്. മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നല്ല രീതിയിൽ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. വോൾ ലൈറ്റ് ജിഫക്സിന് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ്സ് ഒക്കെ നമ്മളെ സിൽവാൻ്റെ ഫാക്ടറിയിൽ നിന്ന് ചെയ്താട്ടോ. ഫാക്ടറി ചെയ്യുമ്പോൾ അത് ആ കോർണർ എഡ്ജ് ബാൻഡും ആ ഭംഗിയും ആ വുഡൻ ഡിസൈൻ പക്ക മരത്തിൽ ചെയ്തിട്ടുള്ള ആ പെർഫെക്ഷൻ എപ്പോഴും നമ്മൾ ഫാക്ടറി ചെയ്യുമ്പോൾ കിട്ടുന്ന പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എഡ്ജ് ബാൻഡും അതുപോലെ മോൾഡിങ്ങും ഇതൊക്കെയാണ് കാരണം ഉണ്ടാവുക. നല്ല രീതിയിൽ ഭംഗിയായി ചെയ്തു, നല്ല ഭംഗിയുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്റെസ്റ്റൊക്കെ ആ വുഡിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ നല്ല രീതിയിൽ പോട്ട്സൊക്കെ വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിൽ കാട്ടം കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിനോട് കൂടെ ഒരു ബാത്റൂം അറ്റാച്ച്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത്. 4x2 നമ്മളെ ഫ്ലോർ ടൈൽസിൻ്റെ 4x2 4 ടൈൽസ് 6x4 ഡിസൈൻ എങ്കിൽ അതിൻ്റെ 4x2 ബാത്റൂം പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു അടിപൊളി ബാത്റൂമാണ് ഇതിനോട് കൂടെ അറ്റാച്ച് ചെയ്തത്. ഭംഗിയുള്ള ഒരു വാഷ് ബേസിൻ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ പാർട്ടീഷൻ കൊടുത്ത് അതിൻ്റെ ഈ പോട്ട്സ് ഒക്കെ വെക്കാനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ റൗണ്ട് മിററും കൊടുത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രേ കളർ കൊടുത്ത് ജിഫക്സിൻ്റെ നല്ല എന്താ പറയുക മിറർ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ അതിലേക്ക് ടാപ്പും പ്ലെയിൻ കളറിൽ എന്ത് ചെയ്യുന്നത് പ്ലെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ നാനോ വൈറ്റ് G7 കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനടിയിൽ സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി വാഷ് ബേസിൻ ഏരിയയാണ്. അതുപോലെ തന്നെ ഇവിടെ ഫാമിലി ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊരു സോഫ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെയറിൻ്റെ താഴെ തന്നെയാണ് ഇവിടെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ്, കോമൺ ആയിട്ട് ഒരു ബാത്റൂം അറ്റാച്ച്ഡാണ്. ഗ്രേ ഡിസൈനിൽ ചെയ്തിട്ടുള്ള ബാത്റൂമിൽ വാൾ മൗണ്ടഡ് ക്ലോസറ്റും കൺസീൽഡ് ടാങ്കും വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ടേബിളാണ്. ടേബിളൊക്കെ വളരെ ക്യൂട്ടാട്ടോ. പ്ലെയിൻ വൈറ്റിൽ നാനോ വൈറ്റ് ചെയ്തിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ടേബിൾ, വളരെ സിമ്പിളാണ്. ഇവനൊരു ടെക്കിയാന്ന് പറഞ്ഞില്ല ഞാൻ ഇജാസ്. അതുപോലെ തന്നെ വീടും വളരെ നല്ല ഭംഗിയുണ്ട്, എന്നാൽ വളരെ സിമ്പിളാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ജിഫക്സിൻ്റെ ലൈറ്റുകൾ കൊടുത്തില്ല കേട്ടോ. ആ വീടിൻ്റെ ആംബിയൻസിന് ചേർന്നിട്ടുള്ള ലൈറ്റുകളാണ് ഇവിടേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലൊരു റോസിൻ്റെ പിക്ചറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഭക്ഷണം കഴിച്ചാൽ റിലാക്സ് ആയിട്ട് പുറത്തിറങ്ങിക്കാൻ പറ്റുന്ന ഒരു സിറ്റ് ഔട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഫാമിലി സിറ്റ് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കുടുംബക്കാർക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഓപ്പണായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റ് ഔട്ടാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗം നല്ല എന്താ പറയുക പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. തെങ്ങും തോപ്പാണ്. മലയോര മേഖലയൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുറ്റം ബാക്ക്ഗ്രൗണ്ടിലുണ്ട് കേട്ടോ. ഇതാണ് ഈ വീടിൻ്റെ മോഡുലാർ കിച്ചൺ. മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. ഇതിൻ്റെ വാള് കണ്ടോ, പ്ലെയിൻ ഗ്രേ, ഫ്ലോറിലും ഗ്രേ 4x2 ആണ് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത ആണ് ചുമരിൽ നല്ല ഭംഗിയായിട്ട് ഫുൾ ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ ബോഡി ഒരു ഒലീവ് ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നാനോ വൈറ്റ് G7 ആണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല റിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഡബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ഡെപ്തുള്ളൊരു സിങ്കും കൊടുത്തിട്ടുണ്ട്. ചിമ്മിണി ഹോബ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻബിൽറ്റ് ഓവൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ഏരിയകൾ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി മോഡുലാർ കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു അടിപൊളി കിച്ചണാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മോഡുലാർ കിച്ചൺ കണ്ടില്ലേ, അതിലേറെ നല്ല സ്പേസ് ഉള്ള സൗകര്യമുള്ള കിച്ചണാണ്. സ്ത്രീകളൊക്കെ ആകുമ്പോൾ എപ്പോഴും കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് റിലാക്സ് കിട്ടണം അല്ലേ. ഈ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യില്ല. ഭയങ്കര റിലാക്സ് കേട്ടോ. ഈ വിൻഡോയുടെ സൈഡിൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് അവളെ തറവാട് വീട്, ഏട്ടൻ്റെ വീടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ അവരുടെ കിച്ചൺ ടു കിച്ചൺ ഫേസ് ചെയ്യുന്ന രീതിയിലാണ്. അതുപോലെ എപ്പോഴും പ്രകാശവും കാറ്റും കിട്ടുന്ന രീതിയിലാണ് ഇവിടെ എന്ത് കൊടുത്തുള്ളത്, സ്ക്വയർ പൈപ്പ് കൊടുത്തുള്ളത്. ഇതിവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ 4x2 മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. ഹൈജീനിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയാണ് ഇതിൻ്റെ അടുപ്പ് കൊടുത്തുള്ളത്. പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഓപ്പൺ ഏരിയ, അതുകൊണ്ട് എപ്പോഴും പ്രകാശം കിട്ടും. നമ്മളെപ്പോഴും രാഗ് ഹവ മിട്ടിപ്പാനി എന്നറിയില്ല, എപ്പോഴും പ്രകാശവും വെളിച്ചവും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. ഇവിടെ ഒരു ഐലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഐലൻഡിലാണ് ഇവിടെ എന്തെങ്കിലും പച്ചക്കറിയും നമ്മളെ ഇതൊക്കെ കഴുകാനൊക്കെ ഉള്ള രീതിയിൽ സിങ്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനോ സാധാരണ ഇവിടെ ചിമ്മിണി ഹോബൊക്കെ കൊടുക്കാറുണ്ട്. ഇവിടെ ഫ്രീ ആണ്. ഇതൊരു ഹൈലാൻഡ് ഫ്രീ ആയിട്ട് എടുത്തിട്ടുള്ളത്. മുകളിൽ 2 ജിഫക്സിന് മനോഹരമായിട്ടുള്ള ലൈറ്റ് കൊടുത്ത് സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നല്ല രീതിയിൽ ഡിഷ് വാഷർ കൊടുത്തിട്ടുണ്ട്. നല്ല ഏരിയയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ചുമരിലൊക്കെ ബേബി ഫിനിഷ് ആയിട്ടുള്ള മാറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെയൊക്കെ നാനോ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഐലാൻഡ് കിച്ചൺ കൗണ്ടർ ടോപ്പും ഇവിടെയൊക്കെ കൗണ്ടർ ടോപ്പും നാനോ വൈറ്റ് കൊടുത്തിട്ടുള്ളത്. ചിമ്മിണി ഹോബ് ഇവിടെ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റോറേജ് ഏരിയ ഒക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോട് കൂടെ റെഫ്രിജറേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയ ലെങ്ത്തിൽ തന്നെ ഫുൾ ലെങ്ത്തിൽ തന്നെ ഇവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിൽ ഈ കിച്ചൺ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഇവർക്ക് നല്ല റിലാക്സ് ആയിരിക്കും. കിച്ചൺ നല്ല ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സാധാരണ നല്ല വ്യത്യാസമായിട്ടുള്ള ഹൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ സൈഡിലൊക്കെ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് എപ്പോഴും കിച്ചൺ ഒരു പോസിറ്റീവ് വൈബാണ്. നിങ്ങൾക്ക് കിച്ചൺ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം. മറ്റൊരു ഭംഗി ഇതിൻ്റെ സ്റ്റെയർ തന്നെയാണ്. സ്റ്റെയറിൽ മേലെ വളരെ സിമ്മായിട്ട് കൊടുത്തിട്ടുള്ള സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ലെതർ ഫിനിഷാണ് സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ളത്. വുഡിൻ്റെ ഫ്രെയിം കൊണ്ട് അതിൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ലെതർ ഫിനിഷ് കൊടുത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ലാൻഡിംഗ് ആണ്. ഇവിടെ നല്ല പ്ലാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ലാൻഡിംഗ് ആണ്. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് എത്തുന്നത് 2 ലാൻഡിംഗ് ആണ് ഇതിനുള്ളത്. 2 സ്റ്റേജിലായിട്ടാണ് ഇതിൻ്റെ വീട്. കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് വരുന്ന ലാൻഡിങ് കഴിഞ്ഞാൽ നേരെ കിട്ടുന്നത് ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റുകളും വോൾ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ജിഫക്സിൻ്റെ
നല്ല രീതിയിൽ ഇൻറ്റീരിയർ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സിൽവാനോ ഇൻറ്റീരിയറാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആർക്കിടെക്ട് അഫ്സൽ നമ്മളെ ഫ്രണ്ടാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഈ വീടിൻ്റെ. കയറി അങ്ങനെ ഫ്ലാറ്റായിട്ട് ഫസ്റ്റ് കിട്ടുന്ന ലാൻഡിങ് 2 തട്ടിലാണ് ഈ വീട് ഞാൻ പറഞ്ഞ റിനോവേഷൻ ചെയ്താണ്. കയറി വരുമ്പോൾ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോഗയാണ്, നോക്കിയപ്പോൾ എല്ലായിടത്തും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുഗമാണ്. അത് ഇങ്ങനെ കയറിയാൽ ഇവിടെ 2 സ്റ്റേജാണ്. ഇവിടേക്ക് ഫസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ 3 സ്റ്റെപ്പ് കെട്ടി കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പാണുള്ളത്. അത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ബാൽക്കണി. ഈ ബാൽക്കണീൻ്റെ എവിടെയും നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലോഗാണ് കൊടുത്തിട്ടുള്ളത്. സിൻസ് 1878 എന്നുള്ള ആ ലോഗ അവിടെയും അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലോഗ ഉണ്ട്. ഇവിടെ ഇങ്ങനെ പറകോളിട്ടുണ്ട്, ഗ്ലാസ് ഉണ്ട്, 2 സൈഡിലും വിൻഡോ ഉണ്ട്. കർട്ടൺ ഉയർത്തി കഴിഞ്ഞാൽ നല്ല പ്രകാശം കിട്ടും. ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി നോക്കാം. അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ ലെങ്ത്തുള്ള കർട്ടൻ തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു ഭംഗി. അതുപോലെ തന്നെ വാളിൽ കൊടുത്തുള്ള ആൻറ്റിക് ലൈറ്റ് ഉണ്ടല്ലേ, റൂമിലേക്ക് ഭംഗിയാണ്. അതുപോലെ ഇവിടെ നല്ല രീതിയിൽ ഡബിൾ ഹൈറ്റ് സ്റ്റോറേജ് ഏരിയ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫാക്ടറിയിൽ നിന്ന് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ അറിയില്ല അതിൻ്റെ ഒരു ക്വാളിറ്റി കാണാം. അതുപോലെ ഇവിടെ കണ്ട സ്റ്റോറേജ് ഏരിയ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ടോ. ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ കാണുന്നുണ്ടെങ്കിൽ, ആ വർക്കിൻ്റെ പെർഫെക്ഷൻ ആണെങ്കിൽ ഈ ചർട്ടുകൾ കണ്ടാൽ മതി. നല്ല ഭംഗിയായിട്ട് ഡിഫറെൻറ്റ് ഡിസൈനിലാണ് ഇവിടെ സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഫ്ലോറിൽ 4x2 മാറ്റാണ് വിരിച്ചിട്ടുള്ളത്. ഹെഡ്രസ്റ്റിൻ്റെ 2 സൈഡിലും വുഡൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്ത് കർട്ടൻ കൊടുത്തിട്ടുള്ള ഇതിനൊരു അടിപൊളി ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വലിയ ബാത്റൂം, ഒരു വാഷ് ബേസിനെ കൊടുത്ത് നല്ലൊരു ഏരിയയിൽ ഒരു ബാത്റൂമൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത്. വാൾ മൗണ്ടഡ് ക്ലോസറ്റും അതുപോലെ തന്നെ കൺസീൽ ടാങ്കുകളും, എന്താ പറയുക, ഒരു അടിപൊളി ബാത്റൂം. മാറ്റ് ടൈലാണ് ഫ്ലോറിനും അതുപോലെ വാളിനും വിരിച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് 2 സ്റ്റെപ്പ് താഴത്ത് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഏരിയയാണ്. ഈ ഫ്ലാറ്റ് ഏരിയയിൽ ഇവിടെ എന്താ പറയുക, ഒരു സ്റ്റഡി യൂണിറ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അതിൻ്റെ അടിയിലൊക്കെ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അവിടെ വേണമെങ്കിൽ കിടക്കാൻ പറ്റും, ഇരിക്കാൻ പറ്റും. മുകളിലൊക്കെ സ്റ്റോറേജ് ഏരിയ സ്റ്റഡി യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഇവന് വർക്ക് ഫ്രം ഹോം ആണ്. അതുകൊണ്ട് ഇവിടെ എവിടെ ആണെങ്കിലും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കണ്ടില്ലേ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു അടിപൊളി ലോഗോ ഇവിടെ ഉണ്ട്. അതുപോലെ ഓൾഡ് ട്രാഫോർഡിൻ്റെ ആ ഒരു ലോഗയും അവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ട്. ഇവിടെയാണ് അവൻ്റെ ഓഫീസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 സ്റ്റെപ്പ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇത് മറ്റൊരു സ്റ്റേജ് റൂം പോലത്തെ റൂമാണ്. ഇവിടെ നല്ല രീതിയിൽ സോഫ കൊടുത്തിട്ടുണ്ട്. നല്ല വിൻഡോ ആണ്. ഈ കട്ടൊക്കെ നീക്കി കഴിഞ്ഞാൽ മുറ്റൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വിൻഡോ ആണ്. ഇവിടെയാണ് വർക്ക് ഫ്രം ഹോമിനാണ് ഉള്ളത്. ബാംഗ്ലൂർ ടെക്കിയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ടെക്കിയായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്കിങ്ങിൻ്റെ ഒരേ സമയത്ത് വർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുള്ള ഓഫീസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മനോഹരമായിട്ടുള്ള 3 ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊരു കോമൺ ആയിട്ട് പുറത്തേക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിൽ ബാൽക്കണി. വർക്കിൻ്റെ അടിയിൽ നമുക്കൊന്ന് റിലാക്സ് ആവണമെന്നുണ്ടെങ്കിൽ, ഒന്ന് പുറത്തിറങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി നിൽക്കാനുള്ള കാറ്റ് വെള്ളം. കുറച്ച് വർക്ക് ചെയ്യുമ്പോണ്ടല്ലോ ഒരു എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് പുറത്ത് നിന്ന് കൈയും കാലൊക്കെ ഒന്ന് നീട്ടണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി നിന്നാൽ മതി. പ്രത്യേകിച്ച് മഴക്കാലാണെങ്കിൽ ഇങ്ങനെ ആകാശം കാണാം. മുകളിലേക്ക് നോക്കിയാൽ നല്ല ഓപ്പണായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു സ്റ്റൂളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഇരുന്ന് കട്ടൻ ചായം കുടിച്ച് കുറച്ചേരം ഇരുന്നാൽ റിലാക്സ് ആവാൻ പറ്റും. ഒറ്റ ടൈമിൽ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ മുന്നിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഒരേ ടൈമിൽ കമ്പ്യൂട്ടർ മുന്നിൽ ഇരിക്കുമ്പോൾ ഒരു മടുപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ഒന്ന് റിലാക്സ് ആവാൻ പറ്റുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സേഫായിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ. ഒരു ബാൽക്കണി എന്ന് പറയാൻ കഴിയില്ല, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 2000-2005 കാലഘട്ടത്തിലൊക്കെ പത്രക്കാരും അല്ലെങ്കിൽ സ്പോർട്സ് ലേഖകന്മാരൊക്കെ ഒരുപാട് എഴുതുന്ന ഓൾഡ് ട്രാഫോർഡിനെ കുറിച്ചിട്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചിട്ടൊക്കെ അല്ലേ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടമായിരിക്കും. ഇപ്പോൾ ഡേവിഡ് ബെക്കാമും ടീമൊക്കെ മാഞ്ചസ്റ്ററിൽ കളിക്കുന്ന കാലം. അത് ഇംഗ്ലീഷ് പ്രീമിയറിൽ മാത്രമല്ല, ഇംഗ്ലണ്ട് ഒരുവിധം എല്ലാ കളിക്കാരും അന്ന് മാഞ്ചസ്റ്ററിൽ ഉണ്ടായിരുന്നു. ഫെർഡിനാൻഡ് ഉണ്ടായിരുന്നു, സ്കോൾസ് ഉണ്ടായിരുന്നു, ഒത്തിരി കളിക്കാരുണ്ടായിരുന്ന കാലം. അന്ന് അതിൻ്റെ പിന്നാലെ കൂടിയാണ് നമ്മൾ ഇജാസ്. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സ്നേഹിക്കുന്നത് ആ മറ്റേ ഡേവിഡ് ബെക്കാമുള്ള കാലഘട്ടത്തിൽ കളി കണ്ടിട്ടാണ്. ഇന്ന് കാലങ്ങളും പ്രതാപങ്ങളും മാറി പല ക്ലബ്ബുകളും വന്നു. ബാഴ്സലോണയും റയൽ മാഡ്രിഡൊക്കെ അതിലേറെ പേരായി. അപ്പോൾ കുറേ ആളുകൾ ആളുകളൊക്കെ മാറി. എന്തായാലും ഇജാസ് ഇപ്പോഴും ടീം ഇട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ കയറിയ ഇവിടെയും ഒരു സ്റ്റേജ് പോലെയാണ്. 3 സ്റ്റെപ്പ് കയറി ലാൻഡിങ് കഴിഞ്ഞു. ഇവിടെ വെർട്ടിക്കൽ ഒരു പോർട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ. ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ ഈ ചെയ്ത വർക്കൊക്കെ നമ്മൾ ഇൻറ്റീരിയർ ചെയ്ത കേട്ടോ. സിൽവാനോ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമാണ്. ഒരു അടിപൊളി ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയകൾ കൊടുത്ത്, ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തു. സ്റ്റോറേജ് ഏരിയകളുടെ പ്രത്യേകത ഞാൻ പറയുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ കണ്ട, അതിൻ്റെ വർക്കിൽ അതിൻ്റെ പെർഫെക്ഷൻ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ലോഗോ ഇവിടെയുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജർ റൂമിൽ ഇത്ര ഉണ്ടാവില്ല, ഈ വീട്ടിലുള്ള അത്ര. അവിടെ ഉണ്ടോ ഫോറെവർ യുണൈറ്റഡ് അവിടെ ഉണ്ട്. ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ക്ലോക്ക് ഉണ്ട്. ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലോഗോ ഉണ്ട്. ഒരു കാലത്ത് അതിൻ്റെ പക്ക നമ്മളിപ്പോൾ അർജൻറ്റീന ബ്രസീൽ ഫാൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോയാൽ മാറിക്കാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ക്ലബ്ബിനാണ് ഇത്രയും വലിയ ആരാധകരുള്ളത് കേട്ടോ. ബാത്റൂം അറ്റാച്ച്ഡാണ് ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുള്ളത്. ഗ്രേ കളറിൽ അത് മറ്റേ വാൾ മൗണ്ടഡ് ക്ലോസറ്റ് വാഷ് ബേസിന് കൊടുത്തുള്ള ഒരു ബാത്റൂമാണ് അതിൻ്റെ കൂടെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് നല്ല റിലാക്സ് ആയിട്ടുള്ള റൂമാണ്. 4x2 ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുണ്ട്. വോളിൽ ആൻറ്റിക് ആയിട്ടുള്ള നമ്മളെ ജിഫക്സിൻ്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്.
വളരെ റിലാക്സ് ആയിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കാൻ പറ്റുന്ന അടിപൊളി ബാൽക്കണി. അതിന് നല്ല രീതിയിൽ കരിങ്കല്ല് കൊണ്ട് ക്ലാഡിങ് കൊടുത്ത് അതിന് ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. താത്തി ഷീറ്റ് ഇട്ടതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓട് കൊടുത്തതുകൊണ്ട് മഴക്കാലത്ത് ചീതലൊന്നും ഇങ്ങോട്ട് അടിക്കില്ല. നല്ല രീതിയിൽ ഇവിടെ നിന്നിട്ട് മുറ്റം കാണാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു സമയം. ഇപ്പോൾ ഒരിക്കലും കഴിയില്ല, കാരണം വളരെ ചൂടാണ് മുറ്റത്ത്. ആ കല്ലിൽ തട്ടുന്ന ചൂട് തന്നെ നമ്മളെ കണ്ണ് തുറന്ന് കാണാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല രസം. ഇവിടെ സിറ്റൗട്ടിൽ ഒരു സ്റ്റൂളൊട്ട് ഇരുന്നാൽ ഇത്ര മണിക്കൂർ വേണമെങ്കിലും പുസ്തകം വായിച്ചിട്ടോ തമാശ പറഞ്ഞിട്ടോ മൊബൈലിൽ ഇരുന്നിട്ടോ ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബാൽക്കണിയാണ് ഇതിനോട് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന എക്സ്റ്റീരിയറിൽ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, ഈ പറഗോളകൾ ഇങ്ങനെ പണ്ടത്തെ കാലത്ത് മനകളിലൊക്കെ ഉണ്ടാകുന്ന തറവാട് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ലുക്ക് അതാണിത്. ഇവിടെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ പ്ലേസ് ആണ്, വെറുതെ കിടക്കേണ്ട ഒരു പ്ലേസാണ് ഈ ഇജാസ് എന്ത് ചെയ്തുള്ളത് ഒരു നല്ല രസമുള്ള സ്റ്റോറേജ് ഏരിയ ആക്കി. ഇവിടെ ഇങ്ങനെ കുടുംബക്കാർക്കും ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ പെണ്ണുങ്ങൾക്കൊക്കെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു ഏരിയ, കാറ്റും വെളിച്ചം കൊള്ളും, നല്ല രീതിയിൽ മുറ്റൊക്കെ കാണാൻ പറ്റും. ഓപ്പൺ പ്ലേസാണ്, 4x2 ടൈൽ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ മുകളിൽ ഓട് ടൈലായതുകൊണ്ട് തന്നെ നല്ല ചൂടൊന്നുമില്ല. ഇവിടെ നല്ല ചൂട് സമയമാണ്. ഇപ്പോൾ ഫ്രണ്ടിലൊന്ന് പോയി നിൽക്കാൻ പറയുന്ന സമയത്താണ്. ആ സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ പറ്റും. ഒരു ഫാമിലി പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റോറേജ് ഏരിയ ആക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ വാഷ് മെഷീനും അതുപോലെ തന്നെ അയൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. മുകളിൽ സ്റ്റോറേജ് ഏരിയയും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു കോമൺ ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മനോഹരമായ വീട് ഒരുക്കിയുള്ള നമ്മളെ ഇജാസ് അല്ലേ. ഈ വീട് കണ്ട ശരിക്കും ഒരു വലിയൊരാളായിരിക്കുന്നു. വളരെ ചെറിയ ചെക്കനാണ് ഇജാസ്. നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കട്ട ഫാനാണ്. അതുപോലെ ഡേവിഡ് ബെക്കാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുമ്പോൾ എല്ലാ മലബാറുകാരും ഒരു കാലത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നെഞ്ചിലേറ്റിട്ടുണ്ടാവും. എല്ലാത്തൊരു അഭിപ്രായം പറയട്ടെ കമൻറ്റിൽ. അങ്ങനെ അന്ന് ഞാനും ഇവരൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ റൂണി വന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നു, ഇപ്പോൾ ആരും ഇല്ലാതെ കിടക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പക്ഷേ ഇവൻ്റെ വീട്ടിൽ ഒരു മാനേജറെ വീട്ടിൽ പോയതിൻ്റെ അപ്പുറം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുള്ള ആ സ്നേഹം പലയിടത്തും തുളുമ്പി നിൽക്കുന്നുണ്ട്. ഇജാസെ വീട് ഇങ്ങനെ ചെയ്യാൻ എന്താ പറയുക, ഒരു വീട് റിനോവേഷൻ ആണല്ലോ, വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എന്താ പറയുക, ഇൻറ്റീരിയർ ആയാലും മറ്റൊരായാലും ഒരു സ്വപ്നമായിരുന്നോ ഈ ചെറു പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു വീട് സ്വപ്നം കണ്ടിരുന്നോ? തീർച്ചയായിട്ടും നമ്മൾ റിനോവേഷൻ പറഞ്ഞ പോലെ റിനോവേഷൻ ആയിരുന്നു. ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ. അതായത് മുന്നേ കാണുന്ന വീട് ഫുള്ള് ഓട് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് സ്ട്രക്ചറിലോട്ട് കൊടുന്ന് ഫസ്റ്റ് 3D കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയി തീർക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ എഞ്ചിനീയർ അഫ്സൽ സോൾ ആർക്കിടെക്ട്സ് അവരായിരുന്നു. പിന്നെ ഇന്റീരിയറിൽ സിൽവാനോ ഉണ്ടായിരുന്നു. പിന്നെ സാനിറ്ററീസും എല്ലാ പർച്ചേസിലും ഒരുപാട് നല്ല നല്ല ഷോപ്പുകൾ സിൽവാനായിരുന്നു മെയിനായിട്ട്. ഇലക്ട്രിക്കലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പ്ലംബിംഗ് മെറ്റീരിയൽസ് എല്ലാം. എല്ലാവരുടെ ഒരു കോർഡിനേഷനിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നിങ്ങളെ വീടിന്റെ എല്ലാ പണിയും നിങ്ങൾക്ക് തന്നെ ഇടപെടാൻ പറ്റി. തീർച്ചയായിട്ടും ഇനീഷ്യൽ സ്റ്റേജ് ഇതിന്റെ ഡെമോളിഷൻ മുതൽ ഇപ്പോൾ ഇത് ഫൈനൽ സ്റ്റേജ് വരെ ഞാൻ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കി കാണാനും പ്രോജക്റ്റ് നോക്കാനും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു റിസൾട്ട് കാണുന്നുണ്ട് അല്ലേ നിങ്ങളുടെ ആ ഫുൾ ഹാർഡ് വർക്കിന്റെ. അതുപോലെ 2 മക്കളാ? ട്വിൻസ് ആണ്, 2 പേരാണ്. സമ സൈമർ. എങ്ങനെ ഫാമിലി? വൈഫ് എന്ത് ചെയ്യുന്നു? വൈഫ് ഇപ്പൊ പഠിക്കുകയാണ്. അവൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു ഡെവോപ്സ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാലിക്കറ്റ്. ആൾക്ക് ഇവിടെ ഇല്ല, പോയിട്ടുണ്ട്. ഏട്ടന്മാരുണ്ടല്ലേ? ജ്യേഷ്ഠന്മാരുണ്ട്, 3 ജ്യേഷ്ഠന്മാരും ഒരു പെങ്ങളാണ് ഉള്ളത്. എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തു. പുറത്തേക്ക് നിങ്ങളെ സിറ്റൗട്ടും ആ കാർ പോർച്ചും കൂടെ ഇതിനോട് കൊളാബ് ചെയ്ത് വന്നതോടുകൂടെ ഇവിടെ ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഫീൽ ചെയ്തു. ഫുൾ ഫ്രണ്ടിലേക്ക് ലുക്ക് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സ്പേസുള്ള ലാൻഡ് ആയതുകൊണ്ട് തന്നെ ആംബിയൻസ് ഉണ്ട്. വീടിനെ കുറിച്ച് ആരെങ്കിലും കുടിയിരിക്കുന്ന എന്തെങ്കിലും പറഞ്ഞു? പണ്ട് നിങ്ങൾ തറവാട് വീട് കണ്ടവരും ഇപ്പൊ ഭയങ്കര മാറ്റമായിരിക്കുമല്ലോ. അത് എല്ലാരും പറയുന്നുണ്ട്. ട്രഡീഷണൽ വീട് ഇപ്പൊ പണ്ടത്തെ വീടാണ് ഇത് മാറ്റിയെടുത്ത് അത് ഫുള്ള് പൊളിച്ചെന്ന് ചോദിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഈ മച്ചിമ്പുറം കാണുമ്പോഴാണ് അതന്നെയാണ് ആ ഏരിയ. പിന്നെ ഇവിടെ ഞങ്ങളെ ചെറുപ്പത്തിൽ ഒരുപാട് പേര് ജനിച്ചു വളർന്നതാണ്. മൂത്താപ്പാന്റെ മക്കളും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള ഒരു വീടാണ്. അപ്പൊ അവർക്ക് വരുമ്പോഴും കാണുമ്പോഴൊക്കെ നല്ല സന്തോഷം. മാറ്റങ്ങളൊന്നും വലിയ രീതിയിൽ വരുത്തിയില്ല. അതിന്റെ എലമെന്റ്സ് ഒക്കെ ഇപ്പോഴും ആ തട്ടുനിലായൊക്കെ ഇപ്പോഴും അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. റൂമിന്റെ സൈസ് ഒക്കെ സെയിം ആണ്. അച്ചോളിയൊക്കെ നമ്മളവിടെ മലപ്പുറത്തൊക്കെ പറഞ്ഞാൽ അച്ചോളി അടിച്ച് നടന്ന റൂമുകളൊക്കെ ഇപ്പൊ ബെഡ്റൂം ആണ് എന്നൊക്കെ ഓരോ കാര്യങ്ങൾ. അതേപോലെ തൊഴുത്തുണ്ടായിരുന്നു. തൊഴുത്ത് ഇപ്പൊ അവിടെ ഇല്ല, അവിടെ ഇപ്പൊ കാർ ഷെഡാണ്. അപ്പൊ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കിണർ ആദ്യം ഉണ്ടായിരുന്ന കിണറിന്റെ ഭാഗത്ത് കിണർ അവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് നോക്കാം ഇത്ര ഡിസ്റ്റൻസിലായിരുന്നു പണ്ട് കിണർ ഉണ്ടായിരുന്നത്. ബക്കീര് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക്. ആ പഴയ ഫോട്ടോ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. ഇതിന്റെ കൂടെ ഞാൻ ആ പഴയ ഫോട്ടോ വെക്കുന്നുണ്ട്. കറക്റ്റ് മനസ്സിലാവും അതിന്റെ ഒരു മാറ്റം എന്നുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളെ വീടിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ വർക്ക് ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്? ഞാൻ കോഹിസിറ്റി എന്ന് പറയുന്നത് ഒരു US ബേസ്ഡ് MNC ആണ്. ബാംഗ്ലൂരാണ് എന്റെ ഓഫീസ്. പക്ഷെ വർക്ക് ചെയ്യുന്ന ഇവിടെ വീട്ടിൽ തന്നെ. സിൽവാനെ കുറിച്ച് സിൽവാനോ ഇന്റീരിയറിനെ കുറിച്ചും അതുപോലെ സിൽവാൻ ടൈൽസിനെ കുറിച്ചും ഒരു ഹാപ്പി സാറ്റിസ്ഫൈഡ് കസ്റ്റമർ എന്നുള്ളതിൽ 2 വാക്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾ കസ്റ്റമർ
തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസ് എടുക്കാൻ എൻഡ് ടു എൻഡ് എടുക്കാൻ പറ്റിയ സ്ഥലം ഇപ്പൊ സിൽവാനുള്ളത്. ഇപ്പൊ ഡെമോളിഷന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ സിൽവാൻ സ്റ്റീൽസിന് അത് തുടങ്ങിയത്. ഇവിടെ ഇപ്പൊ ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു ഐബീം ഒക്കെ ഇരിക്കുന്നത്, അതൊക്കെ സിൽവാൻ സ്റ്റീലിന് എടുത്തതാണ്. അതെ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്ലംബിങ്, എല്ലാ മെറ്റീരിയൽസ് എടുത്തിട്ടുള്ള സിൽവാൻ ഇലക്ട്രിക്കൽ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള, പിന്നെ ഇന്റീരിയർ ഫുള്ളായി ചെയ്തിട്ടുള്ള സിൽവാൻ ഒന്നാണ്. അങ്ങനെ എൻഡ് ടു എൻഡ് ഏകദേശം ഒരു 75% വർക്കും സിൽവാന്റെ ഇതിലാണ്. എന്തായാലും ഇതുപോലത്തെ ഒരു വലിയ വർക്കിന്റെ ഭാഗമാവാൻ സാധിച്ചില്ല. ഞങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ വീടിന്റെ ഭാഗമാവാൻ നമുക്കൊരു അവസരം തന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു.